ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അതിന് തന്നെ പറയുകയാണ്, ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് മെഷീൻ. അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു ഏതാ നല്ലത് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ മെഷീന് എനിക്ക് തിരക്കിടില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഉഷ ജനോമിൻ്റെ സ്റ്റിച്ചിങ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു അടപ്പുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പൺ ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അടച്ചു വെക്കാം. സോ ഇതാണ് നമ്മുടെ മെഷീൻ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വരുന്നത് ഒരു വൈറ്റും പിങ്കും അതുപോലെ ഗ്രീൻ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പേര് ഉഷ ജനോമിൻ്റെ വണ്ടർ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഉഷ ജനോമിൽ തന്നെ പലതുണ്ട്. വണ്ടർ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ്. ഇത് പല കളറിൽ വരുന്നുണ്ട് കേട്ടോ. ഈ പിങ്കിന് പകരം ആഷ് കളർ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഇതുപോലെ ഒരു നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എനിക്ക് തോന്നിയത് ഇപ്പോൾ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഉള്ളതാണ് നമുക്ക് ഈ ഒരു പോർഷനാണ് നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിൽ അറ്റാച്ച് ചെയ്യൽ. അതെവിടെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. അതായത് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സോക്കറ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇത് ഓൺ ആകും. പിന്നെ ഇതാണ് നമുക്ക് ചവിട്ടാനുള്ള പെഡൽ. ഇതാണ്, ഇതിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ അത് നമുക്ക് കറണ്ടിൽ കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ ഓരോ പോർഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ 2 നോബ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നൊരു സെലക്ടറിനാണ്, ഒന്ന് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ്. അപ്പോൾ ഇതിൽ പല ടൈപ്പ് സ്റ്റിച്ചുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ABCDEFG എന്ന് പറഞ്ഞിട്ട് 2 ഗ്രീൻ കളറിലും കാണാം, പിങ്കിലും കാണാം. പിന്നെ ബട്ടൺ ഹോൾ, ഇതിനുള്ള BH, അങ്ങനെ ഇത്രയും സ്റ്റിച്ചസ് നമ്മളിതിൽ ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ താഴെവശത്ത് ഇതുപോലൊരു സ്റ്റിച്ച് കാണാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്ന സമയത്തും സ്റ്റിച്ചിങ് അവസാനിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. ദെൻ ഇവിടെ ഒരു നമ്പറിൽ വെച്ചിട്ടൊരു റൊട്ടേറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ത്രെഡിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ക്ലോത്തിനും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോർമലി ഇത് 4ൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ദെൻ ഇതിൻ്റെ മുകളിൽ വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹാങ് ചെയ്യാനുള്ളൊരു പോർഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ത്രെഡ് ഹോൾഡ് ചെയ്യാനുള്ള 2 ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ പൊന്തിക്കാൻ, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് താഴ്ത്തി വെക്കുകയും ചെയ്യാം. അടുത്തത് ബോബിന്മേൽ നൂല് ഇടാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ്. സോ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അവസാനം വരെ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് നൂലിടുമ്പോൾ ഇതിൽ ഹോൾഡറിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഇതിൽ ചുറ്റിയിട്ട് ഈ ലൂപ്പിലൂടെ താഴത്തേക്ക് കൊണ്ടുവരിക. ദെൻ മുകളിലേക്ക് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ഒരു ലൂപ്പും കൂടെ വരുന്നുണ്ട്, അതിലേക്ക് ഇടണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. ദെൻ താഴോട്ടേക്ക് കൊണ്ടുവരിക. പിന്നെ ഇതിൻ്റെ ഈ മെഷീൻ്റെ ഒരു നല്ലൊരു ബെനിഫിറ്റായിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ നമുക്ക് സൂചിയിൽ നൂലിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സംഭവമുണ്ട്. നല്ല സുഖമാണ് ഇതിൽ ചെയ്യാൻ. ഒന്ന് നൂല് ഇതിന്മേൽ കൊളുത്തിയിട്ട് വലിച്ചു വിട്ടാൽ മതി, സൂചിയിൽ കയറിക്കോളും. സോ എനിക്കത് ഭയങ്കര ഉപയോഗമായിട്ട് തോന്നി. ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പോർഷൻ ഉണ്ട്. ഇത് നമുക്ക് മുകളിൽ വലിക്കുകയും പ്രസ് ചെയ്തിട്ട് താഴത്തേക്കാക്കുകയും ചെയ്യാം. ഇത് എന്തിനാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. സോ ഇപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ്.
ഇനി ഇത് ഓൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണിത് വർക്കിംഗ് ചെയ്യേണ്ടതെന്നൊക്കെ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴെ വശം നമുക്ക് ബോബിനെ എവിടെ ഇടുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ ഈ പോർഷൻ നമുക്ക് വലിച്ചിട്ട് എടുക്കാം, ഓപ്പൺ ചെയ്തെടുക്കാം. എന്താ ഇതുപോലെ ഉണ്ടാവും ഈ പോർഷന്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതിവിടെയാണ് നമ്മൾ ബോബിനും കേസ് ഇടേണ്ട പോർഷൻ. ഇതാണ് ജസ്റ്റ് ഇതുപോലെ നമുക്ക് കേസ് റിമൂവ് ചെയ്തെടുക്കാം. ഞാൻ തൽക്കാലം ഇതിവിടെ തിരികെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് മുമ്പായിട്ട് ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഇനി എന്തെങ്കിലും അടിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും നൂല് കെട്ടി ഇതാവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് റിമൂവ് ആക്കാം. ഇതുപോലെ 2 ക്ലിപ്പ് ഉണ്ട് അതിൽ. ആ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് വലിച്ചിട്ട് നമുക്കത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. മിക്കവാറും ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്തൊക്കെ ബോബിന്മേൽ നൂല് ചുറ്റിപ്പണിഞ്ഞ് കിടക്കുക, നൂല് പൊട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അയച്ചിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ട് തിരികെ വെച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വെക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഈ ഒരു മെഷീനിൽ ഇപ്പോൾ ക്ലിപ്പാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാ മെഷീനിലും ഇങ്ങനെ. അപ്പോൾ അതെങ്ങനെ വെക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യം ഈ ഒരു പോർഷന് ആദ്യം ഇതിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഷേക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് സോറി. ദെൻ ഇത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മറ്റേ പോർഷൻ, ഇതുപോലെ പല്ലുള്ള പോർഷന് നമ്മൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് ഇതിലേക്ക് ടൈറ്റാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പഴയ നമ്മളെ നോർമൽ മെഷീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കണം, സംഭവം എടുക്കണം, വളരെ പണിയാണ്, മെനക്കെടാണ്. പക്ഷെ ഇങ്ങനെ ക്ലിപ്പ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി ഞാനിത് ഓൺ ചെയ്ത് കാണിക്കാം. ഞാനിത് കറണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വയർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്, കണ്ടിലൂടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് സംഭവം ഓണായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് നമുക്ക് ബോബിന്മേൽ എങ്ങനെ നൂല് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞു, ഈ പൊസിഷനിലാണ് നമ്മളിത് സംഭവം ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു നൂല് ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം ഓൾറെഡി ബോബിനുണ്ട്, കുറച്ച് നൂലുണ്ട്, എന്നാലും കൂടി ഞാനത് ബാക്കി കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ആദ്യം ഒന്ന് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് ബോബിന്മേൽ 1-2 റൗണ്ട് ഒന്ന് ചുറ്റിയെടുക്കണം. ഇതുപോലെ 1-2 റൗണ്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ബോബിൻ ഹോൾഡർമേൽ നമുക്കത് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നൂല് ഇതുപോലെ വലിച്ചിട്ട് ഏത് രീതിയിലാണ് നമുക്ക് കംഫർട്ട്, അതായത് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഇതിലൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കയ്യിൽ തന്നെ വലിച്ച് പിടിച്ചാൽ തന്നെ അത് റെഡിയാവും. അങ്ങനെ വെച്ചിട്ട് ഇനി ഇതാ നമ്മളെ ഈ സൈഡിലുള്ള ഈ പോർഷനൊന്ന് വലിച്ചിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഇതുപോലെ പുറത്തേക്ക് വലിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ പെഡൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ബോബിൻ്റെ നൂല് കയറിക്കോളും. സോ ഈ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇനി ഇത് ഇതേപോലെ വലിച്ചിട്ട് എടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, ഇനി ഞാൻ കാണിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രെഡ് ഹോൾഡറിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഈ ലൂപ്പിലൂടെ താഴത്തേക്ക് എടുക്കാം. ദെൻ ഈ ഒരു പോർഷനിലൂടെ നമുക്ക് വീണ്ടും അത് തിരിച്ച് മുകളിലേക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ മുകളിൽ വേറൊരു ലൂപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പുറത്തേക്ക് വരാൻ നോക്കുക. ജസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷന്
ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ലൂപ്പ് പൊന്തി വരുന്നത് കണ്ടല്ലോ. അപ്പോൾ എങ്ങനെ സംഭവം മനസ്സിലായല്ലോ. ഓക്കെ. ഇനി നമ്മുടെ ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാം. ദെൻ താഴോട്ട് കൊണ്ടുവന്ന് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നീഡിൽ കോർത്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സൂചിയിൽ നൂല് കോർക്കാൻ ഇതുപോലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് അതിലൊന്ന് കോർത്ത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് നൂലിട്ട് നീഡിലിൻ്റെ പോർഷനിലേക്ക് ആക്കി വെറുതെ ഒന്ന് വലിച്ചു വിട്ടാൽ തന്നെ നീഡിലേക്ക് നൂല് കയറിക്കോളും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കോർത്തെടുത്താലും മതി. സോ കണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്. ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായിട്ടിത് ഉപയോഗപ്പെട്ടു. ഞാനെപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ ബോബിനിട്ട് കൊടുക്കുന്നുണ്ട്. ബോബിനിട്ട് കൊടുക്കൽ സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഇതിലുള്ള സ്റ്റിച്ചസിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ കാണിച്ചത് പിങ്ക് കളറിലും ഗ്രീൻ കളറിലും അല്ലേ. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ABCDEFG വരെ ഉണ്ട്. അങ്ങനെ 7 സ്റ്റിച്ചസ് ഗ്രീനിലും ഉണ്ട്, പിങ്കിലും ഉണ്ട്. പിന്നെ ഒരു ബട്ടൺ ഹോൾ. അങ്ങനെ 15 സ്റ്റിച്ചോളം നമുക്കിതിൽ ചെയ്ത്, അതിന് പുറമെ നമ്മളെ ഐഡിയക്ക് ഓരോ സ്റ്റിച്ചസിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ. നമുക്ക് ഫസ്റ്റ് ബട്ടൺ ഹോളിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതാണ് ബട്ടൺ ഹോളിന് അടിക്കാനുള്ള പോർഷൻ. സെലക്ടറിൽ ബട്ടൺ ഹോളിൻ്റെ പോലത്തെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. 1 2 4 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ അപ്പോൾ നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ടറിൽ ചേഞ്ചസ് വരുത്തണം, അതേപോലെ ലെങ്ത്തിൻ്റെ ഇതിലും ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്തിൽ ചേഞ്ചസ് വരുത്തും. ഈ 0 to 1 അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഇതിൽ വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ 1 എന്ന ഓപ്ഷനിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അടുത്തത് നോക്കാം. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യൽ 2 to 3 സ്റ്റിച്ചസിൻ്റെ ലെങ്ത്ത് വരുന്ന രീതിയിലാണ് മുകളിലുള്ള പിങ്ക് പോർഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അത് A ആണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് Aയിൽ കൊടുക്കാം, B ആണെങ്കിൽ Bയിൽ കൊടുക്കാം, C ആണെങ്കിൽ C. ഇപ്പോൾ സീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു സിഗ്സാക്ക് സ്റ്റിച്ചാണ് വരുന്നത്. ഈ സിഗ്സാക്കിൽ തന്നെ നമുക്ക് സിഗ്സാക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ചെയ്യാം. അതാണ് സീൻ്റെ അവിടെ എക്സ്ട്രാ ലൈൻസ് കാണുന്നത്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ്. ഏതാണ് EFG ഒക്കെ ആണെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ദെൻ നമുക്ക് ഈ ഗ്രീൻ കേസ് നോക്കാം. ഈ ഗ്രീൻ കേസിലെ സ്റ്റിച്ചസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചസാണ് അതിലുള്ളത്. സോ നമുക്ക് ചെയ്യേണ്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ സെലക്ടറിൽ പ്രത്യേക ചേഞ്ചസ് ഒന്നുമില്ല, കാരണം ഈ ABCD തന്നെയാണ് അതിലും വരുന്നത്. സെയിം അതിൽ തന്നെ സെലക്ട് ചെയ്താൽ മതി. ബട്ട് നമുക്ക് ലെങ്ത്തിൻ്റെ കേസിൽ ചേഞ്ചസ് വരുത്തണം. അതിനായിട്ട് ആ ഇതിൽ കാണാം ഒരു SS എന്നുള്ള പോർഷനിൽ ഒരു ഗ്രീൻ കളർ കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറിലെ സ്റ്റിച്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിരിച്ചിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രീൻ കളർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. 1-2 എക്സാമ്പിൾ കാണിക്കുക, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ആദ്യം ഞാൻ ഗ്രീൻ കളറിലുള്ള സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അതിൽ D ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ടറിലുള്ള Dയിലേക്ക് മാറ്റി വെക്കണം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് SSലേക്ക് മാറ്റി വെക്കണം. എന്നാലേ ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ അടി കാണാൻ. നല്ല ഭംഗിയുണ്ട്. എംബ്രോയ്ഡറി ഒക്കെ ചെയ്താൽ നല്ല രസമുണ്ടാവും. നെക്കിനൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണിത്. ഇനി അടുത്തൊന്നും കൂടി കാണിക്കാം. അതിൽ ഞാൻ കാണിക്കേണ്ടത് ജി എന്നിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ സെലക്ടറിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജിയിലേക്ക് മാറ്റി വെക്കുക. ലെങ്ത്തിൻ്റെ കേസിലൊന്നും ചേഞ്ച് വരുത്താനില്ല. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ സ്റ്റിച്ച് കാണാൻ. അപ്പോൾ സംഭവം എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. ഇനി ചെയ്താൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.